നമുക്ക് 2021 കോപ്പ അമേരിക്കൻ്റെ ആ ഒരു പിക്ചറിലേക്കൊന്ന് പോയാലോ. അപ്പോൾ ഇത് പറയാൻ കാരണം, ഈ ഒരു വീഡിയോയുമായിട്ട് വരാൻ കാരണം 2021 കോപ്പ അമേരിക്ക ഫൈനൽ ആർക്കും മറക്കാൻ പറ്റാത്തൊരു ഫൈനലാണല്ലോ അല്ലേ. കാരണം ചിരവൈരികളായ ബ്രസീലും അർജൻറ്റീനയും ഏറ്റുമുട്ടിയ മത്സരം ഫൈനലിൽ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന മത്സരമാണ് ബ്രസീൽ അർജൻറ്റീന തമ്മിലുള്ള മത്സരങ്ങൾ. അതിപ്പോൾ ഇനി വേൾഡ് കപ്പ് വേദികളിലായിക്കോട്ടെ, കോപ്പ അമേരിക്കയിലായിക്കോട്ടെ, ഫ്രണ്ട്ലി മാച്ചുകളോ അല്ലെങ്കിൽ വേൾഡ് കപ്പ് യോഗ്യതകളോ അങ്ങനെ ഏതോ ഒരു ഇതിലുള്ള മത്സരങ്ങളായിക്കോട്ടെ, ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും, ബ്രസീൽ അർജൻറ്റീന ഫാൻസ് മാത്രമല്ല എല്ലാ ഫുട്ബോൾ ഫാൻസും കാത്തിരിക്കുന്നൊരു മത്സരമാണത് അല്ലേ. കാരണം ഫാൻസ് പവർ തന്നെ കാര്യമായിട്ട് അത് നമ്മളെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിലും ബ്രസീലിൻ്റെ അർജൻറ്റീനൻ്റെയും ഫാൻസിൻ്റെ പവർ അതേമാതിരി ബ്രസീലിനും അർജൻറ്റീനയിലും മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളുടെയൊക്കെ ഒരു പവർ, നെയ്മർ ജൂനിയർ, അതുപോലെ ലയണൽ മെസ്സി, ഡി മരിയ, അതേമാതിരി ഒരുപാട് താരങ്ങൾ നിലവിലുള്ള ആളുകൾ, അതേമാതിരി പണ്ടത്തെ ആണെന്നുണ്ടെങ്കിൽ റൊണാൾഡോ, റൊണാൾഡീനോ, റോബർട്ടോ കാർലോസ്, അതുപോലുള്ള താരങ്ങൾ, മറഡോണ, അതുപോലെ ഒരുപാട് ഒരു പിടി താരങ്ങൾ അർജൻറ്റീനയിലാണെങ്കിലും ബ്രസീലിലാണെങ്കിലും ഒക്കെ കഴിഞ്ഞു പോയ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അല്ലേ. എന്നും രണ്ട് ടീമുകളും തമ്മിൽ മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ എന്നും ഒരു ആശ്ചര്യമാണ് ഫുട്ബോൾ ഫാൻസിന്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ 2021 കോപ്പ അമേരിക്ക ഫൈനലിനെ കുറിച്ചും കണ്ട് സംസാരിച്ചിട്ടാണ് നമ്മളെ അർജൻറ്റീനൻ്റെ നിലവിലെ ഗോൾ കീപ്പർ എന്നല്ല, ഒരു ഒന്നൊന്നര ഗോൾ കീപ്പർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അർജൻറ്റീനക്ക് നേടാൻ പറ്റാത്തതൊക്കെ നേടിക്കൊടുത്ത ഗോൾ കീപ്പർ എന്നേ ഞാൻ പറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പവർ ഉള്ളത് കൊണ്ടാണ് ആ കപ്പൊക്കെ നിലവിലിപ്പോൾ 3-4 കപ്പുകൾ ഒരുമിച്ച് അർജൻറ്റീനൻ്റെ കയ്യിലെത്തി. അതിലൊക്കെ 99% തൻ്റേതായിട്ടുള്ള റോൾ നിർവഹിച്ച ആളാണ് അർജൻറ്റീനൻ്റെ എമി മാർട്ടിനസ് ഗോൾ കീപ്പർ. അദ്ദേഹം 2021 കോപ്പ അമേരിക്കയെ കുറിച്ച് കണ്ട് ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കണതെന്ന് ചോദിച്ചാൽ, നെയ്മർ ജൂനിയറെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കോപ്പ അമേരിക്കയിലെ നെയ്മർ ജൂനിയറിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും കണ്ട് അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്. അവസാനത്തെ 25 മിനിറ്റ് അദ്ദേഹം കളിച്ചൊരു കളിയുണ്ട് പറഞ്ഞ കാര്യമാണ്. ബ്രസീലും അർജൻറ്റീനയുമായിട്ട് ഫൈനൽ കളിച്ച മത്സരത്തിൽ അവസാനത്തെ 25 മിനിറ്റിൽ നെയ്മർ കളിച്ചൊരു കളിയുണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത, അല്ലെങ്കിൽ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ എതിരാളി ആ ഒരു മത്സരത്തിലാണ് പിറന്നത്. ആ ഒരു മത്സരത്തിലാണ് നെയ്മർ ജൂനിയറാണ് ആ ഒരു എതിരാളി എന്ന് പറഞ്ഞത്. ഒരു പ്ലെയറേയും കൂസൽ വെക്കാത്ത, അല്ലെങ്കിൽ ഒരു പ്ലെയറേയും ഒരു പേടിയില്ലാത്തൊരു കീപ്പറാണ് നമ്മൾ മാർട്ടിനസ്. ആരെങ്കിലുമൊക്കെ വിമർശിച്ചാൽ അവരുടെയൊക്കെ വായടപ്പിച്ചിട്ടുള്ള ശീലമുള്ള അദ്ദേഹത്തിന് അല്ലേ. അദ്ദേഹത്തെ പോലുള്ളൊരു കീപ്പർ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നെയ്മർ അത്രയും അവിടെ കാട്ടിയിട്ടുണ്ടാവണം. നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടൊന്നും വേണ്ട, നമ്മൾ തന്നെ അന്നായിട്ടും ലൈവ് കാണുമ്പോഴായിട്ടും ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകാം നെയ്മർ അന്ന് ഗ്രൗണ്ടിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ. ഒരു ഫുട്ബോൾ പ്ലെയർ എന്നതിലുപരി അദ്ദേഹം അന്ന് ഗ്രൗണ്ടിൽ കാട്ടി ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാർട്ടിനസ് പറഞ്ഞത് ഇതാണ്, അവസാനത്തിൽ 25 മിനിറ്റ് നെയ്മർ ഗ്രൗണ്ടിൽ കാട്ടിക്കൂട്ടിയത് ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഡിഫൻഡേഴ്സിനോട് പറയും, നെയ്മറിനെ എന്തേലും കാട്ടിത്തടയും എന്നൊക്കെ കണ്ട് ഞാൻ ഇടക്കിടക്ക് പറയുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശരി തന്നെയാണെങ്കിൽ നമ്മളെ അർജൻറ്റീനയുടെ ഡിഫൻഡേഴ്സ് നെയ്മറിനെ അന്ന് കാട്ടിക്കൂട്ടിയ പരിപാടികളൊക്കെ അതൊക്കെ എപ്പോഴും അതിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും. കാരണം ആൾറെഡി പരിക്കിന്ന് മോചിതനാവാൻ കഴിയാത്തൊരു താരമാണ് നെയ്മർ. കരിയർ പരിക്കിൻ്റെ പിടിയിൽ അകപ്പെട്ട നമ്മളെ റൊണാൾഡോ, നെയ്മറിൻ്റെ പോലെ കരിയർ വെറും പരിക്കിൻ്റെ പിടിയിലായിട്ടുള്ളൊരു താരമാണ് നെയ്മർ. അദ്ദേഹത്തെ പോലെ തരത്തെ അന്ന് അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കായിരുന്നു അർജൻറ്റീന അന്ന് ഫൈനലിൽ അല്ലേ. നമ്മളൊക്കെ അന്ന് ഒരു കട്ട അർജൻറ്റീന മെസ്സി ഫാന് വരെ ഇപ്പോഴും അത് സമ്മതിക്കും. കാരണം നെയ്മറിനെ അന്ന് നല്ല താങ്ങിക്കും, തച്ചിട്ടും കുത്തിയിട്ടും എന്തൊക്കെ കാട്ടിക്കും. നമുക്കതിൻ്റെ ഹൈലൈറ്റ്സൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നെയ്മറിൻ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ വരവുണ്ട്. അന്ന് ഫൈനലിൽ നെയ്മറിൻ്റെ മുന്നേറ്റങ്ങൾ മാത്രം അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അന്ന് നെയ്മർ എത്രത്തോളം ടീമിന് വേണ്ടി അധ്വാനിച്ചിരിക്കണു. കിട്ടിയ ഒരു ഗോൾ മടക്കാൻ അല്ലെങ്കിൽ ടീമിനെ വിജയത്തിലെത്തിക്കാൻ എത്രത്തോളം കഠിനാധ്വാനം നെയ്മർ ചെയ്തിരിക്കണു. നെയ്മർ കാട്ടിക്കൂട്ടിയതൊക്കെ ഇപ്പോഴും അതൊക്കെ കാണുമ്പോൾ സങ്കടമാണ്. നമ്മളെ ഡീപോൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ നെയ്മറിനെ കാട്ടിയത്. ഡീപോളൊക്കെ 2 പ്ലേയേഴ്സൊക്കെ അപ്പുറത്തുപ്പുറത്ത് നിന്നുകൊണ്ട് നെയ്മറിനെ അങ്ങോട്ട് കോരിടുന്ന ഒരു ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. വീഡിയോ അല്ല, കാണിച്ചു അന്നൊക്കെ ഡീപോൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ. കാരണം നെയ്മറിനെ കിട്ടൂല അതന്നെ, അല്ലെങ്കിൽ രക്ഷയല്ല. അദ്ദേഹത്തെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, കാരണം ഫിനിഷ് ചെയ്യാതെ പോസ്റ്റിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം പോരൂല. പിന്നെ ടീമിന് വേണ്ടി ബ്രസീലിന് വേണ്ടി ജേഴ്സി അണിയുമ്പോൾ അല്ലെങ്കിൽ ടീമിന് വേണ്ടി ജേഴ്സി അണിയുമ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡാണ് നെയ്മറിന്. അതുവരെ ചിരിച്ച് കളിച്ച് നിന്ന ഒരാൾ പെട്ടെന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി വിസിൽ ഊതി കഴിഞ്ഞാൽ സ്വഭാവം മാറും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ് അദ്ദേഹം. ബ്രസീലിൻ്റെ ജേഴ്സി അണിയുമ്പോൾ പ്രത്യേകിച്ചൊരു ആറ്റിറ്റ്യൂഡാണ്.
അപ്പോൾ ഫോൾ ചെയ്തിട്ടോ കുത്തിയിട്ടോ മലർത്തിയിട്ടോ എന്തെങ്കിലും കാട്ടിയിട്ട് അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ മത്സരത്തിൻ്റെ റിസൾട്ട് തന്നെ വേറെ മറിയും. അതുകൊണ്ട് തന്നെയാണ് കീപ്പർ ഓൾറെഡി ഡിഫൻഡേഴ്സിനോട് അദ്ദേഹത്തെ എന്തെങ്കിലും കാട്ടിയിട്ട് തടയാൻ വേണ്ടിയിട്ട് മാർട്ടിനസ് പറഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയത് അദ്ദേഹം. ഡീപോൾ ഉൾപ്പെടെയുള്ള താരങ്ങളും വരെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരിട്ടതിൽ പറ്റിയ ഏറ്റവും വലിയ എതിരാളി നെയ്മറാണെന്ന് ഡീപോൾ വരെ സമ്മതിച്ചതാണ്. അതാണ് നെയ്മറിൻ്റെ ലെവല്. അന്ന് നെയ്മർ ഫൈനലിൽ കാട്ടിയത്. നെയ്മറിൻ്റെ ഒറ്റയാൾ പോരാട്ടം നമ്മൾ പല മത്സരങ്ങളും കണ്ടതാണ്. ഒറ്റയാൾ പോരാട്ടം ഒന്നും മാത്രമല്ല, ഇപ്പോൾ ബാഴ്സ ബയൺ മ്യൂണിക്ക് മത്സരങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുന്നേ MSN ത്രയം മത്സരിച്ച മത്സരങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ പല വേദികളിൽ നെയ്മറിൻ്റെ മുന്നേറ്റങ്ങൾ കണ്ടതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നെയ്മറിൻ്റെ ഈ ഒരു ഫൈനലിൻ്റെ ഈ ഒരു മത്സരം പെർഫോമൻസ് എന്നും ഫുട്ബോൾ ഫാൻസ് എന്ന രീതിയിൽ ഫുട്ബോൾ ഫാൻസിന് എന്നും ഓർമ്മിക്കാൻ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു സന്ദർഭമാണ് അല്ലേ. എമി മാർട്ടിനസ് അതുപോലെ ഡീപോൾ പോലുള്ള അദ്ദേഹത്തിനെതിരെ അന്ന് മത്സരത്തിൽ ഗ്രൗണ്ടിലുണ്ടായിരുന്ന താരങ്ങൾ വരെ അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അന്ന് അറ്റാക്ക് ചെയ്ത രീതി, ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത രീതിയെക്കുറിച്ച് കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയമാണ്. കാരണം നമ്മൾ തന്നെ ചിന്തിച്ചിരുന്നു, എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ കാണുന്നത്, പന്തളിനല്ലേ എന്ന് വരെ ചിന്തിച്ചിരുന്നു. മെസ്സി ഫാൻസ് അർജൻറ്റീന ഫാൻസ് വരെ സമ്മതിക്കും അന്ന് മുതൽ ഇന്ന് വരെ നെയ്മറിനെ അന്ന് ടാർഗറ്റ് ചെയ്ത് കണ്ട് ഫോൾ ചെയ്തിരുന്ന കാര്യം. ഫോൾ എന്ന് പറഞ്ഞാൽ അത്രയും ഭയാനകരമായ രീതിയിലുള്ള ഫോളുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾറെഡി ചെറിയ പരിക്ക് കിട്ടുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ആകെ ഒരു പ്രത്യേക കളിശൈലിയാണല്ലോ അദ്ദേഹത്തിനുള്ളത്. ഒരു സ്ലോ ഗെയിമാണ്, പക്ഷേ ഓരോ മുന്നേറ്റങ്ങളും ലോകോത്തര മുന്നേറ്റങ്ങളാണ് അല്ലേ. അങ്ങനത്തെ രീതിയിൽ പരിക്കിൻ്റെ പിടിയിലുള്ള താരത്തെ വീണ്ടും ടാർഗറ്റ് ചെയ്ത് കണ്ട് അറ്റാക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മത്സര റിസൾട്ട് ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അർജൻറ്റീനക്ക് എന്നാൽ കോപ്പ അമേരിക്ക അല്ല, അപ്പോൾ ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രോഫി നേടാൻ കഴിയൂല നെയ്മറിന് അന്ന് അങ്ങനെ പൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതുതന്നെയാണ് ഇപ്പോൾ മാർട്ടിനസ് ഇപ്പോൾ വന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ മാർട്ടിനസ് ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കും. നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഏതായാലും അർജൻറ്റീനൻ്റെ പോസ്റ്റ് വല കാത്തിരുന്ന മാർട്ടിനസ്, അതുപോലെ അവരുടെ കരുത്തരായ ഡിഫൻഡർ ഡീപോൾ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് നെയ്മറിനന്ന് കൂട്ടിയ കാര്യം വെളിപ്പെടുത്തിയത്. അതേപോലെ ഞങ്ങൾ നേരിട്ടതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ പ്ലെയർ നെയ്മറാണെന്നുള്ള കാര്യങ്ങളൊക്കെ സമ്മതിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ലെവൽ, ആ ഒരു മത്സരത്തിൽ അദ്ദേഹം 25 മിനിറ്റ് കാട്ടിക്കൂട്ടിയത്, അല്ലാന്നുണ്ടെങ്കിൽ ആ മത്സരത്തിന് മൊത്തം അദ്ദേഹം കാട്ടിക്കൂട്ടിയ ആ പെർഫോമൻസ് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഏതൊരു ഫാൻസാണെന്നുണ്ടെങ്കിൽ.